എന്നോട് അമ്മ ഒരു ഓണക്കേസായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഞാനോട് പറഞ്ഞേക്കാം. അസ്സലാമു അലൈക്കും. ഈ തെങ്ങമെന്ന വീട് മരിച്ച രാജീവന്റെ വീട് ഏതാ? അല്ല, നിങ്ങളാരാ? എന്താ കാര്യം? എന്താ? അവരുടെ കുടുംബം കുറച്ച് പ്രയാസത്തിലാന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാ. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ ഇപ്പോഴല്ല, രാജീവൻ മരിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ പരമസുഖല്ലേ? എന്ന് വെച്ചാലേ ഈ രാജീവൻ മരിച്ചതിന് ശേഷം ആ വീട്ടില് TV ആയി, ഫ്രിഡ്ജായി, വാഷിംഗ് മെഷീനായി, ഇല്ലാത്ത സാധനങ്ങളില്ല. ഒരു 4 നേരം തിന്നണ നെയ്ച്ചോറാണ്. അത് മാത്രല്ല, അവിടെ രാത്രി കാലങ്ങളിൽ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട് എന്നൊരു ജനസംസാരമുണ്ട്. അതുകൊണ്ട് ഓൾക്ക് പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ലാന്ന്. സത്യമാണെന്ന് പറയണേ. എന്തായാലും നിങ്ങൾ അവിടം വരെ പോയതല്ലേ, ഒന്ന് നേരിട്ട് പോയി അന്വേഷിച്ചോളാം. ശരി. അല്ല, അവരെ വീട്ടിലേക്ക് പോകുന്ന വഴി എങ്ങനെയാ? വൈക്കൂടെ അങ്ങ് പോയാൽ മതി. അവിടെ ഈ നാറികൾക്ക് നമ്മളെ കൗമുള്ള ആൾക്കാർ കൊണ്ടുപോയെടുത്തപ്പോൾ നമ്മളെ കൗമിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ. എന്തിനാ ഈ അന്യജാതികൾക്ക് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്? മോളെ, അമ്മ എവിടെ? അമ്മ തൊഴിലുറപ്പിന് പോയി. തൊട്ടില് വാവയാണോ? ഞാനൊക്കെ പനിയാ, അമ്മ ഉറക്കി കിടത്തി പോയതാ. ആരാ? രാജീവന്റെ ഭാര്യയല്ലേ? അതെ. നിങ്ങൾ എവിടുന്നാ? ഞങ്ങള് ടൗണിൽ നിന്ന് വരികയാണ്. അല്ല, നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് രമ്യ. രമ്യ, എത്ര മക്കളാണ്? 3 മക്കള്. രമ്യ, ഞങ്ങളെ മുതലാളിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. രാജീവനെ മുതലാളിക്ക് മുമ്പ് അറിയുന്നതാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നതാണ്. മടിക്കേണ്ട, വാങ്ങിച്ചോ. സ്വന്തം ആങ്ങളമാര് തരുന്നതാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ല, ചെറിയാക്ക് പനിയായിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നോ? കുട്ടീനെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഈ നമ്മളെ കൂട്ടിൽ തന്നെ എത്ര ആൾക്കാരുണ്ട്? പിന്നെ എന്തിനാ ഈ അന്യജാതിക്കാരെ കൊണ്ടുപോയി തിരിക്കുന്നത്? നിന്റെ പേരെന്താ? എന്റെ പേര് സിദ്ദീഖ്. നിന്റെയോ? ഉമർ. ഉമർ എന്ന് പറഞ്ഞ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അതാരാന്നറിയോ നിനക്ക്? എടോ, ഇസ്ലാമിൽ അന്യമതസ്ഥരെ സഹായിക്കരുതെന്നോ സംരക്ഷിക്കരുതെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനും അനാഥരെ സംരക്ഷിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഉമറും സിദ്ദീഖും കള്ള നായിന്റെ മക്കൾ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നേ. ആടങ്ങോട്ട്.